അടുത്തതായിട്ട് ജിജി രാജീവ് ചോദിക്കുന്നത്, മാം ഒരു ഹെൽപ്പ് ചെയ്യാമോ? റീസെന്റ് വീഡിയോ ഇതായത് കൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത്. എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും എനിക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ടാക്സ് ഇൻഫോ ആഡ് ചെയ്യുമ്പോൾ ഫെയിൽ ആകുന്നു. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ടാക്സ് ഇൻഫോ കറക്റ്റായിട്ട് നിങ്ങൾ പാൻ കാർഡ് നമ്പർ അതിൻ്റെ ആ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ തന്നെ കൊടുക്കണം, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ തന്നെ കൊടുക്കണം, അതിനകത്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഗ്യാപ്പ് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ടാക്സ് ഇൻഫോർമേഷൻ്റെ, അതായത് പാൻ കാർഡിനകത്തുള്ള പേരും നിങ്ങളുടെ അക്കൗണ്ടിനകത്തുള്ള പേരും ഒന്ന് തന്നെ ആയിരിക്കണം. അതിൽ 1% പോലും ഒട്ടും ചേഞ്ച് ആകാൻ പാടില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഫെയിൽ ആകുന്നത്. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞതും ഇതെല്ലാം ഒരേ കാറ്റഗറി വരുന്നതാണ് കേട്ടോ. നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇതിനപ്പുറം ഇനി എന്താ ചെയ്യേണ്ടത്, ഫേസ്ബുക്ക് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നേരത്തെ ചോദിച്ച ചോദ്യം ഡൗട്ട് തന്നെ ഒന്നും ചോദിക്കുക. എനിക്ക് ഒരാളുടെ ഷോർട്ട് വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാൻ പറ്റുന്നില്ല, കമൻറ്റ് ഓപ്ഷൻ പോലും കാണുന്നില്ല. ബട്ട് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലം ഇല്ല. വൈന്ന് മൊബൈലിനകത്ത് ഇത് എപ്പോഴും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ്. നിങ്ങളുടെ മൊബൈലിലല്ല, നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും സെറ്റിംഗ് ആയിരിക്കും. കാരണം നിങ്ങളുടെ അക്കൗണ്ടിന്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ബ്രോ. ഇതിപ്പോൾ കമ്പ്യൂട്ടർ വഴി നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിനകത്ത് എന്തെങ്കിലും സെറ്റിങ്സിന്റെ പ്രോബ്ലം ആയിരിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ അക്കൗണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു മൊബൈലിലൊന്ന് ലോഗിൻ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയേ, അപ്പം ശരിയാകുമായിരിക്കും. കാരണം അക്കൗണ്ടിന്റെ പ്രോബ്ലമേ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ നമ്മുടെ ഡെസ്ക്ടോപ്പ് വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് കുഴപ്പമില്ല, അവിടെ കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈലിന്റെ കുഴപ്പമാണ്, നമ്മുടെ അക്കൗണ്ടിന്റെ പ്രോബ്ലം അല്ല. ഓക്കെ. അടുത്തായിട്ട് എനിക്ക് 18K ഫോളോവേഴ്സ് ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ സ്റ്റാർ ഓപ്പൺ ആയി, മറ്റൊന്നും ഓപ്പൺ ആകുന്നില്ല. ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഫേസ്ബുക്കിന്റെ കാറ്റഗറി സംഭവങ്ങള്, അതിന്റെ എലിജിബിലിറ്റി ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ചേഞ്ച് ആക്കിയതുകൊണ്ട് എനിക്ക് അത് ഇപ്പൊ നിങ്ങൾക്ക് എപ്പോൾ കിട്ടുമെന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. മറ്റേത് നമുക്ക് ധൈര്യമായിട്ട് പറയാമായിരുന്നു. ആദ്യമായിട്ട് ഞാനൊക്കെ മോണിറ്റൈസ് ആകുന്ന സമയത്തും 6 ലക്ഷം മിനിറ്റും എന്താ പറയുന്നത് 6 ലക്ഷം മിനിറ്റും 10,000 ഫോളോവേഴ്സും നമുക്ക് വേണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ 60,000 മിനിറ്റ്സ് ആക്കിയിട്ട് 5,000 ആക്കി ഫോളോവേഴ്സ്. ഇപ്പൊ എന്താ ഇതിന്റെ കാറ്റഗറി എന്ന് ഒരു മനുഷ്യനും അറിയാൻ പറ്റുന്നില്ല. എങ്കിലും അവർക്കൊരു സർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട്. ഇത്ര വ്യൂ കിട്ടുക, ഇത്ര എന്താ പറയുന്നത്, ഇത്ര വാച്ച് അവർ കിട്ടുക, അങ്ങനെയൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു ഇത് കണ്ടാവും ഇത്രയൊക്കെ വരുമ്പോൾ. അതായത് നമ്മൾ അത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതല്ല. ഇന്നൊരു വീഡിയോ ഇട്ടിട്ട് അടുത്ത ആഴ്ച വന്ന് വീണ്ടും വേറൊരു വീഡിയോ ഇടുക, അങ്ങനെയൊക്കെ ഇടുക എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്നൊരു വീഡിയോ ഇട്ടിട്ട് അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു വീഡിയോ വന്നിടുക, അങ്ങനെയൊക്കെ ഇടുക എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ 10,000 ഫോളോവേഴ്സ് കിട്ടുമ്പോൾ സബ്സ്ക്രിപ്ഷൻ വരും. സ്റ്റാർ ആണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പേജ് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർ ഓപ്ഷൻ തരും. ഇതൊന്നും ഫേസ്ബുക്ക് നമുക്ക് തരുന്ന മണി അല്ല. ഇതൊക്കെ നാട്ടുകാർ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് നാട്ടുകാർ നമുക്ക് തരേണ്ട ഏർണിങ്സ് ആണ്. അതുകൊണ്ട് ഫേസ്ബുക്കിന് ഒരു കുഴപ്പമില്ല, അവരതൊക്കെ നമുക്ക് ഓപ്പൺ ആക്കി തരും. പക്ഷെ മറ്റേ ഇൻസ്റ്റീം ആഡ്, റീൽസ്, ബോണസ് എന്നൊക്കെ പറയുന്ന സാധനം ഫേസ്ബുക്ക് നമുക്ക് തരേണ്ട സാധനമാണ്. അപ്പം നമ്മൾ അത്രത്തോളം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ആക്റ്റീവായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഓൺ ആക്കി തരത്തുള്ളൂ. അല്ലെങ്കിൽ വല്ലപ്പോഴും വന്നൊരു വീഡിയോ ഇട്ട്, അല്ലെങ്കിൽ റീച്ച് ഇല്ലാതെ ചുമ്മാ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് ചുമ്മാ നോക്കിയിരിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കിട്ടത്തില്ല. നമ്മൾ എത്രത്തോളം പേജിൽ ആക്റ്റീവ് ആണ്, എത്രത്തോളം നമ്മുടെ പേജിൽ നമ്മൾ എൻഗേജ് ആണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ബാക്കി 3 സാധനങ്ങൾ നമുക്ക് ആക്റ്റീവ് ആക്കി തരുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള ഒറ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേജിന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് റെക്കമെൻഡബിൾ ആണ്, അല്ലെ പേജ് സ്റ്റാറ്റസ് ഗുഡ് ഓർ എക്സലന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇതൊക്കെ ഓപ്പൺ ആയി കിട്ടും. അല്ല നിങ്ങളുടെ പേജിന്റെ സ്റ്റാറ്റസ് ഗുഡ് അല്ല, ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഓപ്പൺ ആയി കിട്ടത്തുള്ളൂ കേട്ടോ. അടുത്തായിട്ട് ഹായ് ചേച്ചി, എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് വീഡിയോ എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് എന്ന് ചോദിച്ചേക്കാണ്. നമുക്ക് മീൻസ് ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇപ്പൊ നിങ്ങൾ ഏതിനകത്താണ് എഡിറ്റ് ചെയ്യുന്നത്, ഇൻഷോട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത്. അല്ല നിങ്ങൾ റീൽസിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ഒരു പാടുമില്ല, നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ടല്ലോ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ.
ആഡ് ആക്ഷൻ ഓപ്ഷൻ കാണുന്നില്ല എന്ന് പറയുന്നത്. അതും ഈ പറയുന്ന പോലെ തന്നെ ചിലർക്ക് മാത്രമേ ഇത് ആക്റ്റീവായി കിട്ടിയിട്ടുള്ളൂ. ഈ ആക്ഷൻ ബട്ടൺ ആഡ് ആക്കുന്നതല്ലേ, അത് ഇതുപോലെ തന്നെ, അതായത് നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കുന്ന പോലെ തന്നെ ചില അക്കൗണ്ടുകൾക്ക് മാത്രമേ ഫേസ്ബുക്ക് അത് ആക്റ്റീവായി കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യാന്നുള്ള ഒറ്റ ഓപ്ഷനേ നമുക്കുള്ളൂ. നമുക്കിതൊന്നും പറയാനായിട്ട് നമ്മുടെ ഫേസ്ബുക്കിന് ഒരു ചാറ്റിംഗ് ഓപ്ഷൻ ഇല്ല, ഫേസ്ബുക്കിന്റെ റെപ്രസെന്റേറ്റീവ്സിനോട് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഫേസ്ബുക്ക് തന്നിട്ടില്ല. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വഴി നമ്മളൊന്ന് ട്രൈ ചെയ്യുക. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്ന് റിക്വസ്റ്റ് അയച്ചു നോക്കുക. നമുക്ക് സെൻഡ് റിക്വസ്റ്റ് എന്നുള്ള ആ ഓപ്ഷനകത്ത് പോയിട്ട് നമുക്ക് റിപ്പോർട്ട് എ പ്രോബ്ലമിനകത്ത് പോയിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് അയച്ചു നോക്കുക. എനിക്ക് ഇങ്ങനെ ആക്ഷൻ ബട്ടൺ ഇല്ല, അത് എനിക്കൊന്ന് ആക്റ്റീവ് ആക്കി തരുമെന്ന് പറഞ്ഞാൽ അയച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അത് ഞാൻ ഉറപ്പ് ആർക്കും തരത്തില്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും വരത്തില്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്ഡേറ്റ് യുവർ പേ ഔട്ട് മെത്തേഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് പണ്ടിട്ട വീഡിയോയില്ല കേട്ടോ, ഫെയിൽഡ് കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഫേസ്ബുക്ക് പെയ്ഡ് ആകുന്നില്ല, ഏണിങ്സ് വരുന്നില്ല, ബാങ്കിങ് കാണുന്നില്ല, അങ്ങനെ എന്തോ. കാരണം തന്നെയിൽ എനിക്ക് വായിക്കാൻ പറ്റില്ല, ചെറുതായതുകൊണ്ട്. അങ്ങനെ കുറേ നാളുകൾക്ക് മുന്നേ ഇട്ട, ചിലപ്പോൾ ഈ പോളിസിയൊക്കെ മാറി കാണും. ഈ വീഡിയോ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പഴയ വീഡിയോ ആണ്. പിന്നെ അടുത്തായിട്ട് പ്രൈസ് ദ ലോർഡ് സിസ്റ്റർ, ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുമോ? കുറേ കാര്യങ്ങൾ ചോദിക്കേണ്ടതെന്ന് പറയുന്നത്. ഫേസ്ബുക്ക് ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ഒന്നും ഞാൻ നോക്കാറില്ല കേട്ടോ. കാരണം ഒന്നാമത് ഇഷ്ടംപോലെ ഇങ്ങനെ റിക്വസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയായിട്ട് ഞാൻ ശരിക്കും നോക്കാറില്ല. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഫേസ്ബുക്കിന്റെ കാര്യമൊന്നും ഞാൻ ഫേസ്ബുക്കിന്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഈ വീഡിയോയിൽ വന്ന് ഞാൻ പറഞ്ഞു തരുന്നതല്ലാതെ ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് വഴി അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയൊന്നും ഷെയർ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് നമ്മൾ നല്ല തിരക്കായിരിക്കും. അപ്പൊ അതിനകത്ത് വന്നിരുന്ന് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുക, പറയാ. അപ്പൊ എന്തോരം ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ ഒന്ന് തരുമോ. UAE-ലുള്ളവർ തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ തരുവാണെങ്കിൽ അല്ലെങ്കിൽ ഫോൺ നമ്പർ തരുവാണെങ്കിൽ എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കാനാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ കഴിയുമ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ഇതിനകത്തോട്ട് വലിച്ചിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് അധികം ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാത്തതും. എൻ്റെ വാട്സപ്പ് അഹങ്കാരമായിട്ടൊന്നും തോന്നല്ലേ, എൻ്റെ വാട്സപ്പ് നമ്പർ ആണെങ്കിലും ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാത്തതും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇവിടെ ചോദിക്കാം. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഇവിടെ റിപ്ലൈ തരും. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളതിന് ഇൻസ്റ്റയാണ്. ഇൻസ്റ്റയിൽ വന്ന് നിങ്ങൾ ചോദിക്കാം, അത് ഫോളോ ചെയ്തിട്ട് വേണം ഇൻസ്റ്റയിൽ ചോദിക്കാൻ. ഒത്തിരി പേര് അല്ലാതെ ചോദിക്കുന്നുണ്ട്, അന്നേരം ഞാൻ ഡിലീറ്റ് ചെയ്തോളാം അങ്ങനെ വരുന്നത്. അപ്പൊ ഇൻസ്റ്റയിൽ വന്ന് ചോദിക്കുകയാണെങ്കിലും എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നെ ഇൻസ്റ്റയിൽ എന്നോട് ചോദിക്കുന്നവർക്കെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അടുത്തിട്ട് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്, ഒത്തിരി ആശംസ പറയുന്നു. ഞാൻ ഫേസ്ബുക്കിൽ ലോങ് വീഡിയോ ഇടുമ്പോൾ 10 മിനിറ്റിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ 25 റീൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. ഞാൻ റീൽ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഇപ്പോൾ. കാരണം അതിന്റെ സെറ്റിങ്സിൽ പോയി മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ എന്ന് പറയുന്നത് നിങ്ങൾ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷമാണല്ലോ കുറെ റീലുകൾ ഇങ്ങനെ വരുന്നത്. അപ്പോഴത്തേക്കുണ്ടല്ലോ അതൊന്നും ഓക്കെ കൊടുക്കല്, സ്കിപ്പ് അല്ലെ മേ ബി ലേറ്റർ, ഡിലീറ്റ്, ആ ഒരു ഓപ്ഷൻ മാത്രം കൊടുക്കണം. ഓക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ ഒരു 5 റീൽസ് അതായത് ഇതിന് വേണ്ടി നമ്മൾ റീൽസും കൂടി ഇടുന്നു, മറ്റുള്ളവർ കാണാൻ വേണ്ടി റീൽസും കൂടി ഇടുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഓക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്കിപ്പ് കൊടുക്കുക. അതിൻ്റെ വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ നിങ്ങൾ ചെയ്ത് കാണിക്കാം. സെറ്റിങ്സിൽ തന്നെ നമുക്ക് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മേ ബി ലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതായത് ഷെയർ കൊടുത്തതിന് ശേഷമാണ് ഇതിങ്ങനെ അപ്പിയർ ആയിട്ട് വരുന്നത് കമ്പ്യൂട്ടറിനകത്ത്. പെട്ടെന്ന് നിങ്ങൾ അതങ്ങ് ഡിലീറ്റ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അതൊരിക്കലും ഓക്കെ കൊടുക്കരുത്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 or 5 ഒക്കെ റീലായിട്ട് അത് അവർ അങ്ങനെ ഇടും. അതിൻ്റെ കൂടെ തന്നെ ഒരു ലോങ് വീഡിയോയും വരും. ഓക്കെ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. എടുത്തിട്ട് ഫേസ്ബുക്ക് ഫിനാൻസ് ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെ മാറ്റാം എന്നെങ്ങനെ. അയ്യോ, അത് നേരത്തെ ചോദിച്ചാൽ ബ്രോ തന്നെയാണ്. എനിക്ക് ഒരു വട്ടം $48 കിട്ടി, പിന്നെ കിട്ടിയിട്ടില്ല. ഇപ്പൊ എല്ലാ മാസവും $200 കിട്ടുന്നുണ്ട്. പക്ഷെ ബാങ്ക് ട്രാൻസ്ഫർ ഫെയിലാണ്. പ്രശ്നം നോക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മാറി കിടക്കാണ്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ അപ്പീൽ കൊടുത്തിട്ട് ഡേറ്റ് മാറുന്നില്ല. ഞാൻ പറയുന്നത് ഫേസ്ബുക്കിനോട് നമ്മൾ എത്ര കാര്യങ്ങൾ പല പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്
ഭയങ്കര കഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഞാൻ ആദ്യം ഇട്ട വീഡിയോകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് തുടങ്ങുമ്പോൾ തന്നെ ഫേക്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ആരും അറിയാതെ നമുക്ക് റോങ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ആരും അറിയണ്ട, നമ്മളെ അറിയണ്ട, നമ്മുടെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയേണ്ട, ഫേക്ക് ആയിട്ട് തുടങ്ങും. പക്ഷെ പിന്നെ ആയിരിക്കും നമ്മളിത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം മറ്റേ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ അക്കൗണ്ടിൽ മോണിറ്റൈസിന്റെ സമയത്ത് നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമ്മളങ്ങ് റിക്വസ്റ്റ് കൊടുക്കും. റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോഴായിരിക്കും ഇതെല്ലാം കുഴപ്പമായിട്ട് കിടക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. നിങ്ങളുടെ പേജ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ പേര് വേണേൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. അതായത് എൻ്റെ പേര്, ഇതെൻ്റെ ഓപ്ഷണൽ, മീൻസ് അത് നമുക്ക് നമ്മുടെ റിയൽ പേര് തന്നെ കൊടുക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും സംഭവങ്ങളും ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് നിങ്ങളുടെ പേര് കറക്റ്റായിട്ടുള്ള പേര്, നിങ്ങളുടെ ഡോക്യുമെന്റിൽ എന്ത് പേരാണോ, നിങ്ങളുടെ ഡോക്യുമെന്റിൽ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത്, അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അത് നിങ്ങളെ ലേസി ആയിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഒരിക്കലും നമുക്കത് ശരിയാക്കി തരത്തില്ല കേട്ടോ. ഇനി ഒത്തിരി കമന്റ്സ് ഇനി ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ വീഡിയോ തന്നെ ഞാൻ രണ്ടായിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒത്തിരി സമയമായി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ആയിട്ട് ഇട്ടോളൂ. എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ റിനി സുരജ് സൈനിങ് ഓഫ്. ബൈ ബൈ.